ഇസ്രയേലിനെ ആക്രമിക്കും. ആരെ? റഷ്യ ആക്രമിക്കും. അറബ് രാജ്യങ്ങൾ സപ്പോർട്ട് കൊടുക്കും. ഈ യുദ്ധം എപ്പോൾ നടക്കും? അടുത്തതും വാക്യങ്ങൾ, 4 വാക്യങ്ങൾ കൂടെ കഴിയുമ്പോൾ ഈ രാത്രി സമാപിക്കും. വായിക്കാം എസെക്കിയേൽ പ്രവചനം 21, 26, 27 വാക്യങ്ങൾ. എസെക്കിയേൽ പ്രവചനം 21, 26, 27 വാക്യങ്ങൾ വായിച്ചാട്ടെ മക്കളെ. യുദ്ധം യഹോവയായ വായിച്ചാട്ടെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യുദ്ധം എപ്പോൾ നടക്കുമെന്ന് ഇപ്പം നിങ്ങൾ പറയണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അടുത്ത വാക്ക്, അത് അങ്ങനെ ഇരിക്കയില്ല. ഞാൻ താണതിനെ ഉയർത്തുകയും താഴെ കിടക്കുന്നവൻ ഭരണാധികാരികളാവും. അടുത്തത് വായിക്കാം തിരിച്ച്. ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അവിടെ ഒന്ന് ചവിട്ടിയേറെ. ഇതിപ്പോ കാണുന്നുണ്ടോ? ശ്രദ്ധയോടെ. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആരാ? ബ്രാഹ്മണനാന്നു, നായർ സമുദായക്കാരനാന്നു. സഹാക്കളും കേൾക്കട്ടെ. കണ്ണൂരില് ചെത്തുതൊഴിലാളി കുടുംബത്തിൽ 10 മക്കളിൽ 5ാമത്തെ മകനാ 3.5 കോടി ജനത്തെ ഭരിക്കുന്നത്. സന്തോഷമില്ലല്ലോ. ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ആരാ? ബ്രാഹ്മണ കുടുംബമാണോ? ഗുജറാത്തിൽ തട്ടുകടയിൽ ഓടുന്ന ട്രെയിനകത്ത് ചായ ഒഴിച്ചുകൊണ്ട് നടന്ന പാർട്ടിയാ ഇന്നത്തെ ശ്രീ മോഡിജി. സന്തോഷമില്ലല്ലോ. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആരായിരുന്നു? രാംനാഥ് കോവിന്ദ്. ഒരു ബീഹാറിലെ യു പിയിലെ ഒരു അധകൃത കുടുംബത്തിൽ ജനിച്ചതാ രാംനാഥ് കോവിന്ദ്. അത് കഴിഞ്ഞിട്ട് ശ്രീ KR നാരായണൻ എന്ന് വല്ലവരും കേട്ടിട്ടുണ്ടോ? കരമുയരുന്നില്ലല്ലോ. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് കൂത്താട്ടുകുള ഒറ്റപ്പാലം മത്സരിച്ച KR നാരായണൻ. അദ്ദേഹം ആരാ? ഒരു പിന്നോക്ക കുടുംബത്തിൽ പിറന്നത്. ഇനിയുള്ള കാര്യം കേൾക്കണം. ഇപ്പം ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാ? ദ്രൗപദി മുർമു. എവിടാ? കോട്ടൂരിലെ കാണികളുടെ ഇടയ്ക്ക് വന്നത്. അതേ സെയിം കാസ്റ്റ. ആരാന്നറിയോ? ബീഹാറിൽ ഏറ്റവും പിന്നോക്കമായ കോളനിക്കകത്ത് കിടക്കുന്ന ഏറ്റവും ട്രൈബൽസിൻ്റെ ഇടയിൽ നിന്നൊരു ടീച്ചറാ ദ്രൗപദി മുർമു. മിണ്ടുന്നില്ലല്ലോ. ഇതൊക്കെ പേപ്പർ വായിച്ചായിരുന്നോ? തുടത്തില്ല. ദ്രൗപദി മുർമു. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് തമിഴ്നാട് 5 മൂട് കഴിഞ്ഞാൽ അവിടെ മുന്നാടി ഒരു മുതലമച്ചർ ഇരുന്ന്. ആരാന്നറിയാമോ? പനീർ സെൽവം. அந்த கேட்டிருக்குது. எத்தனை பேர் இருக்குது? பன்னீர்செல்வம். யார் அவர்? அண்ணாடிஎம்கே ஆஃபீஸில் டீ போட்டுத அருமையான வேலைக்கார் தான் മുൻ തമിഴ്നാടിൻ മുതലമച്ചർ. നിങ്ങൾക്ക് സന്തോഷമില്ല. ചെമ്പൂരി കടന്നിട്ട് തമിഴ് അറിയത്തില്ല. ചാത്തന്നൂർ കിടക്കുന്നത് ഞാൻ എന്ത് വ്യക്തമായിട്ട് തമിഴ് പഠിച്ചു. സ്വോത്രം. എനിക്കറിയാം കേരളത്തിലെ പെന്തിക്കോസുകാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ദേവനേശം പാസ്റ്ററെ, ഇവരൊരു കാലത്ത് കസേരയെന്ന് വലിച്ചിട്ടാൽ ഇപ്പം ഞാൻ അങ്ങോട്ട് പിടിക്കുക. മാർത്താണ്ഡം, കളിക്കാവിള, സ്രായംകുടി, ഇറച്ചിപ്പാലം, നാഗർകോവിൽ, അവിടെ എല്ലാം ഞാൻ കൈ കൊടുത്തിരിക്കുക. എല്ലാവരും എന്നെ വിളിക്കുന്നത് അയ്യാ ഇങ്ങ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വെറും അയ്യാ എന്ന് പറഞ്ഞു. സന്തോഷം. എവരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഷൈജുവും കൈവിടും, ദേവനേശം പാസ്റ്ററും കൈവിടും, സാറും കൈവിടും, ജിമ്മി സാറും എല്ലാം നമ്മളെ എപ്പോൾ ഒതുക്കുമെന്ന് ചോദിച്ചാൽ അപ്പോൾ മുമ്പേ ഗമിക്കുന്ന ഗോപുതൻ്റെ പിമ്പേ ഗമിക്കുന്ന ബഹുപോക്കളല്ല. മലയാളി പറഞ്ഞതുപോലെ ഇപ്പോഴേ ഒരു കുറ്റിയിട്ടാൽ നമുക്കൊരു അടിസ്ഥാനമോ സ്വോത്രം. അതുകൊണ്ട് കേരളമേ നമ്മൾ വിട്ടിരിക്കുന്നത് അരുമയാണ് ഊഴിയം ചെയ്യുന്ന വേലക്കാരുമായി സായം സന്ധ്യയിൽ എங்கே இருக்குது? തമിഴ്നാട്ടിൽ இருக்குது. വാലിബ കുളന്തകൾ അരുമയാണ് ഊഴിയം ചെയ്ത് നല്ല കാര്യമല്ലേ സ്വോത്രം. അതുകൊണ്ടാണ് പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ ആരാ? തീർന്നില്ല. അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ ഒരുത്തൻ കയറി. ബരാക് ഒബാമ. അവനൊരു വെള്ളക്കാരനല്ല. ആഫ്രിക്കയിൽ നിന്ന് കരിമ്പ് കൃഷി ചെയ്യാൻ വന്ന ഒരപ്പച്ചൻ്റെ മകൻ അമേരിക്കയുടെ പ്രസിഡന്റായി. ബൈബിള് ശരിയായില്ലയോ? കരമുയരുന്നില്ലല്ലോ. അവൻ താഴ്ന്നതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. മിണ്ടുന്നില്ലല്ലോ. രാഹുൽ ഗാന്ധി നടന്നിട്ടെങ്ങും വലിയ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. എത്രയും ഞാൻ പറയുന്നുള്ളൂ. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ മോനെ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും വായിച്ചാട്ടെ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അടുത്തത്. ഞാൻ അതിന് ഉന്മൂലനാശം. ഒന്ന് ബൈബിൾ ഉള്ളവർ ഇത് എടുത്തു വേണം. ഇതിനു വേണ്ടി ഞാനിത് വായിച്ച്. ഒന്നാം ലോക മഹായുദ്ധമാ. ഒന്നാമത്തെ ഉന്മൂലനാശം 1914-17. അടുത്ത വാര്യമോനെ. ഉന്മൂലനാശം. ബ്രേക്കി. രണ്ടാമത്തെ ലോകമഹായുദ്ധം 1939-45. ഇനി അടുത്തത് വായര്. ഉന്മൂലനാശം. വരുന്നു മൂന്നാം ലോകമഹായുദ്ധം. ഈ ഭരണകൂടങ്ങൾ മാറുമ്പോൾ കണ്ണു തുറന്ന് ദൈവജനം കാണണം. ഒരു മൂന്നാം ലോകമഹായുദ്ധം വരാറായി. എന്നാൽ ഇന്ന് പിണർവിള കൺവെൻഷനിൽ നമ്മുടെ ഭവനാങ്കണത്തിലിരിക്കുന്ന ദൈവമക്കളുടെ പ്രത്യാശ എന്താ? അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. ദൈവമക്കളുടെ പ്രത്യാശ. എന്നാൽ വായിച്ചാട്ടെ. അടുത്തത് വായിച്ചു. അതിന് അവകാശമുള്ളവൻ വരുമോളോ. അടുത്ത വാക്ക്. അതില്ലാതെ ഇരിക്കുക. ആരാവകാശമുള്ളവൻ? അപ്പനെങ്കിൽ തൻ്റെ മക്കളെ ചേർക്കുവാൻ. കരമുയരുന്നില്ലല്ലോ. ആരാ? ഇന്ന് രാത്രി പറയണം. നമ്മുടെ പൗരത്വമോ ആധാറും ഐഡന്റിറ്റി അല്ല. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഇന്ന് രാത്രി പിണർവിളി. നീ ഒരുങ്ങിക്കൊള്ളുക. കരമുയരുന്നില്ലല്ലോ.
ഈ മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ വെടിയൊച്ച ചെമ്പൂരിൽ കേൾക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഗംഭീരനാദത്താൽ ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. പ്രവചനം നിവർത്തിയായില്ലേ? അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒന്നേ ഒരു പരിഭ്രമ പാത്രമാക്കും, രണ്ട് അതിനെ ഭാരമുള്ള കല്ലാക്കും, മൂന്ന് ജാതികൾ അതിനെ വിരോധമായി കൂടി വരും, നാല് ഒറ്റ ഭാഗം കൂടെ പറയുമ്പോൾ ഇന്ന് രാത്രി ഭക്തിക്ക് മറ്റൊരിക്കൽ അത് കഠിനമായി മുറിവേൽക്കപ്പെടും. സ്വോത്രം. ഇസ്രായേലാര് കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം 2.5 ഡിസ്ട്രിക്ട് വലിപ്പം. ഇപ്പോൾ 90 ലക്ഷം പേര്. ഇന്ത്യയിൽ നിന്നൊരു വിമാനം ഇസ്രായേലിൽ എത്തണേ 6 മണിക്കൂർ വേണം. അമേരിക്കയിൽ നിന്ന് 9 മണിക്കൂർ വരെ ഒരു വിമാനം എത്തേണ്ടി വരും. അപ്പോൾ ഈ അറബ് രാജ്യങ്ങൾ 21 റഷ്യ, ചൈന ഇവരെല്ലാം കൂടി ഇസ്രായേലിനെ അടിക്കാൻ പോയാൽ അവരെന്തോ ചെയ്യും? രക്ഷ വല്ലതും ഉണ്ടോ? അന്ന് അവരെന്തോ ചെയ്യും? അവർ നിലവിളിക്കുവാൻ തുടങ്ങും. എവിടെ? അവർ കുത്തിയവങ്കലേക്ക് നോക്കും. കരമുയരുന്നില്ലല്ലോ. കാൽവറിയുടെ കൊലക്കളത്തിൽ അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ എന്ന് ശാപം ഏറ്റുവാങ്ങിയ യഹൂദൻ പറയും, അയ്യോ സ്വർഗമേ, ഞങ്ങളെ സഹായിക്കാൻ അമേരിക്കയില്ല, ഞങ്ങളെ സഹായിക്കാൻ ഇന്ത്യക്കാരില്ല, റഷ്യയുടെ അറബ് ലീഗിൻ്റെ വിമാനം ഞങ്ങളുടെ മേൽ കയറുന്നു, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. അന്നേരം അവൻ്റെ നിലവിളി എവിടെ? ഒരു സ്വർഗത്തിലേക്ക് കേക്ക്. ഇസ്രായേലിൻ്റെ ദൈവം എന്താ? ഇസ്രായേലിൻ്റെ ദൈവം മയങ്ങുന്നവനും ഉറങ്ങുന്നവനുമല്ല, തൻ്റെ ഭക്തന്മാരുടെ കണ്ണുനീരിന് വേണ്ടി വഴി തുറക്കുന്ന ദൈവം. 2 മിനിറ്റ് ഇരുന്നാലും കേക്ക്. പഴയ നിയമത്തിൽ ഒരു വിമോചകനുണ്ടായിരുന്നു, മോശ. അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ? മോശേനെ എവിടെയാക്കി? മോശയെ എവിടെ കൊണ്ടുവന്ന്? ഞാങ്ങണപ്പെട്ടകത്തിനകത്ത്. ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് മോശയെ കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്തു? 3 മാസം പ്രായമായ 5-6 കിലോ തൂക്കമുള്ളൊരു കുഞ്ഞ യവനെ എന്തോ ഇത് പെട്ടകത്തിനകത്ത് അടച്ചു, നൈൽ നദിക്ക് ഒഴുകി വിട്ടു. തൻ്റെ അമ്മ വഴിയിൽ നിന്ന് കരയുക, സ്വന്തം പെങ്ങള മിരിയ, അയ്യോ ഞങ്ങളുടെ കുടുംബത്തിൽ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞ, അവൻ താ വെള്ളത്തിനകത്ത് കറങ്ങുക. ഈ പെട്ടകം അതിനകത്തൊന്ന് ഒലയാൻ തുടങ്ങി. ഇടിവിൽ അമ്മയും പെങ്ങളുടെയും നിലവിളി. 3 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ലാ സൗണ്ട് കേട്ടപ്പോൾ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നു. എവിടെ തുറന്നു? ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ഇറങ്ങി. ആരെയാണെന്നറിയാമോ? സ്വോത്രം. ആരെടുത്ത്? ആരാവന് കൽപ്പന പുറപ്പെടുവിച്ച് അവിടെ നിന്ന് പെങ്കൊച്ചിനോട് പറഞ്ഞു, പടപട നീ നെയ്യാർഡാമിൽ പോകാൻ പറഞ്ഞു. സ്വോത്രം. അവൾ പടപട വണ്ടിയെടുത്തോടി. ആ ഫറവോന്റെ പുത്രി എന്തോ ഇത്? മോശയുടെ പെട്ടകത്തെ ഉയർത്തിയെടുത്തു. കരമുയർത്തുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ഈ കരത്തിൻ്റെ പേര് അത്ഭുതത്തിൻ്റെ കരം, ഈ കരത്തിൻ്റെ പേര് അതിശയത്തിൻ്റെ കരം. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുമെന്നറിയാമോ? ഇന്ന് ചെമ്പൂരിൽ DDRC കാണും, വെള്ളറട കാണും, കാട്ടാക്കട കാണും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ തലമുടി പരിശോധിക്കുന്ന ലാബുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ സിനിമാ നടൻ്റെ ഇവിടെ നഖം പരിശോധിക്കുന്നു, തൊക്ക് പരിശോധിക്കുന്നു. ഇന്ന് രാത്രി സാജു ചാത്തന്നൂർ പ്രസംഗം നിർത്താം. കാട്ടാക്കടയോ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലബോറട്ടറി ഉണ്ടെന്ന് എവിടെങ്കിലും ഉണ്ടോ? അന്ന് രാത്രി ഞാൻ പ്രസംഗം അവസാനിക്കാം. എന്നാൽ ഇന്ന് രാത്രി കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലബോറട്ടറി ഉണ്ട്. ആഴ്ചയിൽ 7 ദിവസം വർക്ക് ചെയ്യുന്നു, 365 ദിവസം അത് ഓപ്പണ്, 24 മണിക്കൂറും അടയാത്ത ഒരു ലബോറട്ടറി ഇന്ന് രാത്രി ചെമ്പൂരിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതിൻ്റെ പേരാ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരും. സ്വോത്രം. യഹൂദൻ നിലവിളിക്കുവാൻ തുടങ്ങുമ്പോൾ എന്താ വചനം? സഖാവ് പിണറായി വിജയൻ്റെ മകളെ ഈ നെയ്യാർഡാമിൽ കുളിക്കാൻ വരുമോ? മൻമോഹൻ സിംഗിൻ്റെ മകളെ നെയ്യാർഡാമിൽ കുളിക്കാൻ വരുമോ? ഇല്ല മക്കളെ. പക്ഷേ വാഗ്ദത്തമുള്ള ഒരു പൈതൽ നൈൽ നദിക്കകത്ത് കരയാൻ തുടങ്ങിയപ്പോൾ കൊട്ടാരത്തിനകത്ത് ഫറവോന്റെ പുത്രിയെ ഹല്ലേലൂയ നദിക്കടവിനകത്ത് അകച്ച മഹാദൈവത്തെ ഇന്ന് രാത്രി നീ ഉയർത്തുന്നത്. ആരും കരം ഉയർത്തുന്നില്ല. ഇന്ന് രാത്രി പറയണ ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കരങ്ങളിലേക്ക് എന്ന പോലെ, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കരങ്ങളിലേക്ക് എന്ന പോലെ ഞാനൊന്ന് നിലവിളിച്ച എൻ്റെ നീറിയ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ വിഷയത്തിനകത്ത് മോശയുടെ പെട്ടകത്തെ ഉയർത്തിയതുപോലെ ദൈവത്തിൻ്റെ ദൂതന്മാർ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി കരം തളർന്ന കരമല്ല പൊതിഞ്ഞ് ഹാഗാറിൻ്റെ പൈതലിന് വേണ്ടി മരുഭൂമിയിൽ ഒരു കരം ചലിച്ചെങ്കിൽ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോഗിൻ്റെ തീജ്വാലയിൽ ആ കരം ചലിച്ചെങ്കിൽ, ഇന്ന് രാത്രി ദാനിയേലിൻ്റെ സിംഹക്കുഴിയിൽ ആ കരം ചലിച്ചെങ്കിൽ, 1000 ആണ്ട് ശാപത്തിൽ കടന്ന ഹല്ലേലൂയ ഹല്ലേലൂയ മോബ
മോവാബ്യ പെൺകുട്ടിയായ രൂത്തിന്റെ കണ്ണുനീരിനകത്ത് ആ കരം ഇറങ്ങി വന്നെങ്കിൽ അമ്മാമ ആ കരം തളർന്ന കരമല്ല, അച്ചായ ആ കരം തളർന്ന കരമല്ല. അന്ത്യം വരെ നീ ഉറച്ചു നിൽക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തെ ഉയർത്തുവാ. മോശയുടെ ഞാങ്ങണപ്പെട്ടകത്തെ ഉയർത്തിയ കരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുന്ന രാത്രിയ നാളുകളായി കുടുംബങ്ങൾക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികൾ ഇന്ന് രാത്രി ഞങ്ങൾ വെട്ടി മാറ്റുന്നു. ഒരു കരക്കടുക്കത്തില്ലെന്ന് പിശാച് പല ദിനങ്ങൾ കുടുംബങ്ങളോട് വാതുവെക്കുന്ന മണ്ഡലങ്ങൾ we are striking in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങളെ ബ്രേക്ക് ചെയ്യുന്നു. നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം നിന്റെ തലമുറകൾ പട്ടുപോകുവാൻ ഏത് പറവോൻ അന്ധകാരം അഴിച്ചു വിട്ടാലും ഇന്ന് രാത്രി പറയണം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ മോശയുടെ കുഞ്ഞിനെ ഉയർത്തി ഒരു കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ദൂത് മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഇത്രയും നല്ലൊരു കാലാവസ്ഥ തന്നത്. കണ്ടോ, ഒരു മഴയില്ല, കാറ്റില്ല, സത്യവചനം ഇവിടെ പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി പറയണം, യഹൂദൻ്റെ നിലവിളിക്ക് മുമ്പിൽ സ്വർഗം ഇറങ്ങി വരിക യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ. ഇനി യുദ്ധം എവിടെ നടക്കും? ആര് യുദ്ധത്തെ നയിക്കും? അറബ് രാജ്യങ്ങൾ മുഴുവൻ വരുമ്പോൾ വായിക്കാം. യോവേലിൻ്റെ പ്രവചനം 3:9-11 3 വാക്യങ്ങൾ അവസാനിപ്പിക്കും വേഗത്തിൽ. യോവേലിൻ്റെ പ്രവചനം 3-ാം അധ്യായം 9-11 വാക്യങ്ങൾ. ഈ യുദ്ധം എവിടെ നടക്കുന്നത്? യോവേലിൻ്റെ പ്രവചനം 3:9-11 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചിട്ട് പോനെ. യോവേൽ 3:9-11 വാക്യങ്ങൾ വായിക്കാം. ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവിൻ. അറബ് ലീഗ് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറയുവാൻ വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. വിശുദ്ധ യുദ്ധം. വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ലോകത്തിൽ ഒരു ജനതയുള്ളു. ക്രിസ്ത്യാനിയല്ല, ബുദ്ധനല്ല, ജൈനനല്ല, ഹൈന്ദവനല്ല. വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന ലോകത്തിൽ ഒരു ജനതയുണ്ട്. അവരുടെ പേരാ ഇസ്ലാം സഹോദരങ്ങൾ. അതിനവർ പറയുന്ന വാക്കാ ജിഹാദ്. കേട്ട വല്ലവരും ഉണ്ടോ? സ്വോത്രം. ഇതാണ് സംഭവം. വിശുദ്ധ യുദ്ധം ക്ലിയർ. അറബ് രാജ്യങ്ങൾ മുഴുവൻ റഷ്യയുടെ നേതൃത്വത്തിൽ വരും. തീർന്ന് എവിടെ വെച്ച് അടി നടക്കും? ഇത്രയും പറയുമ്പോൾ പിന്നെ ക്ലൈമാക്സ് പറയണ്ട്. അടി എവിടെ നടക്കും? 11-ാം വാക്യം. ജാതികളെ ഉണർന്ന് വായിച്ചോട്ട് മോനെ. എല്ലാം പ്രവചനമാണ്. സ്വോത്രം. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ, ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവിൻ. ബന്ധപ്പെട്ട് വന്നുകൂടുവിൻ. യഹോവേ, യഹോവേ, അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണം. അവിടെ നിന്റെ വീരന്മാരെ അവിടെ ഇറങ്ങുമാറാക്കണം. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ. അടുത്ത വാക്ക്. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക്. മക്കളെ, ഇത്രയും പ്രസംഗം കേട്ടവർ ഇതുകൂടെ കേൾക്കണം. അടി മൊത്തം ക്ലൈമാക്സിൽ കൊണ്ടുവച്ചിട്ട് സീരിയൽ പോലെ നിർത്താൻ പറ്റത്തില്ല. യഹോശാഫാത്ത് താഴ്വരയിൽ ഈ യുദ്ധം നടക്കും. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഒലിവ് മലയോട് ചേർന്ന് കിടക്കുന്ന താഴ്വര യഹോശാഫാത്ത് താഴ്വര. അവിടെ അന്തിമ യുദ്ധം നടക്കുന്നത്. റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ വരാൻ പോകുന്നു. അതിൻ്റെ സ്റ്റാർട്ടിങ് റഷ്യ, ഉക്രൈൻ. ഇന്നലെ മുതൽ ഞാൻ പ്രസംഗിക്കുന്നു. യുദ്ധങ്ങളെക്കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. സംഭവിക്കാനുള്ളത് തന്നെ. അന്നത്തെ ഏറ്റവും നിർണായകമായൊരു സംഭവം വായിക്കാം. യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ സ്വർഗം യുദ്ധം ഏറ്റെടുക്കും. എസക്കേൽ പ്രവചനം 38-ാം അധ്യായം 19-20 വാക്യങ്ങൾ. എസക്കേൽ 38-19-20 വാക്യങ്ങൾ. അവസാന മിനിറ്റുകളിലേക്ക് വായിച്ചിട്ട് മോനെ. എസക്കേൽ 38-19-20 വാക്യങ്ങൾ വായിക്കാം. അന്നാളിൽ നിശ്ചയമായും ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാവും എന്ന് ഞാൻ എന്റെ തീക്ഷ്ണതയിലും വായിച്ചോട്ടെ മോനെ. എന്റെ തീക്ഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. ഇനിയുള്ള വാക്യ ശ്രദ്ധയോടെ ഇരിക്കണം. യുദ്ധ ദിവസം യുദ്ധമല്ല നടക്കുന്നത്. സ്വർഗം ഭൂകമ്പത്തെ കൊണ്ടുവരും. ഭൂമി പടുപട പൊട്ടും, കിടുകിട കീറും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽ മാടം പോലെ ആടും. ആ യുദ്ധത്തിൽ ഇന്നത്തെ പട്ടാളത്തിന് എന്ത് സംഭവിക്കും? അതാണ് എൻ്റെ പ്രസംഗം. ഈ പോയിരിക്കുന്ന ചൈനയുടെ സിൽക്ക് പാത വഴി പോയവർക്ക് എന്ത് സംഭവിക്കും? ഒന്നാമത്തെ യുദ്ധത്തിന്റെ അടയാളം വായിക്കാം. ആദ്യത്തത്. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തേരെ. സമുദ്രത്തിലെ മത്സ്യം. സമുദ്രത്തിലെ മത്സ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അയലയല്ല, നെയ്മീനല്ല. അതിൻ്റെ പേര് കപ്പൽപ്പട. ഷിപ്പുകൾ മുഴുവൻ തകരും. സമുദ്രത്തിലെ മത്സ്യം. പ്രവചനം. അന്ന് ഈ സുനാമി നടക്കുന്നത് കരയെ മാത്രമല്ല, കടലിലും നടക്കും. ഈ ഭൂകമ്പം, ആ കടലിൽ ഭൂകമ്പത്തിന്റെ പേരാ സുനാമി. കരമുയരുന്നില്ലല്ലോ. പലരും പറയും സുനാമി അതാണ്ട് തിര കയറിയതാ. സഹോദരന്മാരെ തെറ്റാ. ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ കടലിനടിയിലുണ്ടായ ഭൂകമ്പത്തിന്റെ പേരാ സുനാമി. 3 ലക്ഷം പേരെ ഒറ്റയടിക്ക് കൊണ്ടുപോയി. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സമുദ്രമിളകും. ബൈബിളിലുണ്ടോ? കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ. മിണ്ടുന്നില്ലല്ലോ.
ഇപ്പോഴാ നാവ് റെഡിയായത്, ഐസ്ക്രീം തിന്ന സന്തോഷമൊക്കെ പോയി. സ്വോത്രം നിന്നാൽ ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത്. ഈ കടലിളകിയാൽ കപ്പലിന് ഛേദം വരും. രണ്ടാമത്തത് ശംഖുമുഖ എയർപോർട്ടിനെ പറ്റി, ചാക്കയെ പറ്റി. ആകാശത്തിലെ മോനെ, ആകാശത്തിലെ പറവ, ആകാശത്തിലെ പറവ യുദ്ധവിമാനം. ഈ ഭൂമിക്ക് ഭൂകമ്പം ഉണ്ടായാൽ ചാക്കയിലെ റഡാറും തകരും, റൺവേയും തകരും. പിന്നെ എങ്ങനെ ദേവനേശ ഭാഷ പ്ലെയിൻ ഇറങ്ങാൻ പറ്റും? ക്ലിയർ ആയില്ലയോ? ഒന്നുകിൽ പ്ലെയിൻ താഴെ വീണാൽ നിന്ന് കത്തും, ആകാശത്തിൽ ഫ്യുവൽ കിട്ടാതെ കത്തി താഴെ വീഴും. ആകാശത്തിലെ പറവ. അടുത്ത പ്രവചന ഭാഷ എടുത്തോ മോനെ. അടുത്തത് കാട്ടിലെ മൃഗവും. കാട്ടിലെ മൃഗമാ തീവ്രവാദികൾ. മിണ്ടുന്നില്ലല്ലോ തീവ്രവാദികൾ. ആരൊക്കെയാ തീവ്രവാദികൾ? ജെയ്ഷെ, അത് കഴിഞ്ഞിട്ട് അലക്സ, അത് കഴിഞ്ഞിട്ട് താലിബാൻ, അത് കഴിഞ്ഞിട്ട് IS. ഇവരെല്ലാം വരുമോന്ന് സന്തോഷമില്ലല്ലോ. തീവ്രവാദികളെ കൊണ്ട് പേടിയുണ്ടോ? പേടിയുണ്ടോന്നുണ്ടെങ്കിൽ നമ്മുടെ സഖാവ് പിണറായി വിജയനോട് ചോദിച്ചാൽ മതി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. BJPയുടെ പേടിയല്ല, CPMന്റെ പേടിയല്ല. സഖാവിന് പേടി ആരെയാണെന്നറിയോ? മാവോയിസ്റ്റുകൾ. മോഹൻലാലും കാർത്തികയല്ല, രൂപേഷ് സുമതിയുടെ ചേട്ടന്മാർ. സ്വോത്രം. അതുകൊണ്ടായി 18 വണ്ടി പോലീസുമായിട്ട് പോകുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അറിയത്തില്ല. കേരള പോലീസിന്റെ ഇന്റലിജൻസ്, കേന്ദ്രത്തിന്റെ Z കാറ്റഗറിയ സഖാവ് പിണറായി വിജയന് തീവ്രവാദികളുടെ ഭീഷണി. അതുകൊണ്ടാണ്. വേറെ പത്രക്കാർ വിമർശിച്ചിട്ട് കാര്യമില്ല. ജീവനെ എനിക്കും പേടിയില്ല. മുഖ്യമന്ത്രിയെ വിമർശിക്കുമല്ല, എല്ലാവർക്കും പേടി. അതാ തീവ്രവാദികൾ. പറയാം, അഭിമന്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, എറണാകുളത്ത് കൊന്നു. അതിൽ കുറേ പേരങ്ങ് ഒളിവിപ്പോയി. അപ്പം നമ്മുടെ കേരള പോലീസിൻ്റെ രാഷ്ട്രീയക്കാരോട് അട്ടിമറിച്ച്, അവർ അട്ടിമറിക്കാൻ നല്ല ആൾക്കാരാണല്ലോ. സ്വോത്രം. അപ്പം ഈ 1ഉം 2ഉം പ്രതികൾ കീഴടങ്ങിയില്ല. കൊച്ചിയിലെ കാര്യം ഞാൻ അവിടെ പ്രസംഗിക്കുന്നത്. അപ്പം അവിടുത്തെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാൻ പുള്ളിക്കാരനോട് സ്നേഹത്തിൽ ചോദിച്ചു, സാറേ, ഈ ലോകത്ത് ആഫ്രിക്കയിൽ പോയ കുറ്റവാളികൾ വരെ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന് ഈ അഭിമന്യുവിൻ്റെ ആൾക്കാർ, അയ്യോ ഭരണക്കാർ പറയുന്ന കേട്ടല്ല പറ്റുമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ബാക്കി ഇവിടുത്തെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ ഇതുപോലെ പല ഒതുക്കുകളും ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി ആരും കൂടി പോലീസിനോട് ചോദിച്ചാൽ. സ്വോത്രം. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ അഭിമന്യുവിനെ കൊന്നവരെ കൊണ്ടുവന്നില്ല. അന്ന് കോവിഡ് വന്ന് കേട്ടോ ദേവനേശൻ പാസ്റ്റർ, യവന്മാർക്ക് വീട്ടിൽ ഇരിക്കാൻ വയ്യ. യവന്മാർ രണ്ടുകൂടെ എറണാകുളത്ത് കോടതി വന്നിട്ട് ലാൽസലം അന്നേരം പിടികൊടുത്ത്. കോവിഡിനകത്ത് പോയില്ലേ, അവൻ ചത്തുവും. സ്വോത്രം. ഒരു പോലീസും അറസ്റ്റ് ചെയ്തില്ല. കോവിഡ് വന്നപ്പോൾ അവന്മാർ കോടതി കീഴടങ്ങി. ഈ പ്രപഞ്ചത്തിൻ്റെ ദുരിതമുണ്ടാകുമ്പോൾ ഈ വനാന്തരത്തിനകത്ത് കിടക്കുന്ന സകല തീവ്രവാദികളും പുറത്തു വരും, കാട്ടുമൃഗങ്ങൾ. പിന്നെ അടുത്തത് BSF, CISF. അവരെയും കൂടെ വായിരും മോനെ. അടുത്ത വാക്ക് വായിച്ചാട്ടെ. നിലത്തിഴയുന്ന ഇടജാതിയൊക്കെ. നിലത്ത് നിഴയുന്ന ഇടജാതിയ കരപ്പട്ടാള്. റിപ്പബ്ലിക് പരേഡ് നടക്കത്തില്ലേ? CSF, BSF, ITBF, നേപ്പാൾ സേന, ജപ്പാൻ സേന, പഞ്ചാബി സേന. കര ഉയരുന്നില്ലല്ലോ. ഇവരെല്ലാം ഈ ഭൂകമ്പത്തിനകത്ത് വീണ് പോകുമെന്ന്. ഇതിൻ്റെ പേരാ യഹോവയുടെ വലുതും ഭയങ്കരവുമായ ദിവസം. കരമുയരുന്നില്ലല്ലോ. അടുത്ത വാക്കുകൂടെ പറഞ്ഞാട്ടെ. കാടില കാറിനകത്ത് കയറി ഐസ്ക്രീമിൽ നിന്ന് ചെമ്പൂര് ചന്തേന്ന് മീനും മേടിച്ച് പുളിങ്കുടി ഇരുന്ന് വാട്സപ്പും അടിച്ച് നെയ്യാർഡായി പോയി കീക്കി അടിക്കാൻ ആരും വിചാരിക്കണ്ട. അച്ചായമ്മാമ പോയേ പറ്റത്തുള്ളൂ. സ്വോത്രം. കണ്ടില്ലേ? അടുത്ത വാക്കുകൂടെ വായിച്ചാട്ട് മക്കളെ. ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണോ? സാമ്പിള മക്കളെ. റഷ്യ, ഉക്രൈൻ പോരെ. ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. കണ്ടോ? ദ ഡേ ഓഫ് ലോർഡ്, കുഞ്ഞാടിൻ്റെ കോപ ദിവസം. ഇനി ഒരു കാര്യം, ഈ അടി പങ്കെടുക്കാൻ ഇന്ത്യക്കാർ വല്ലതും പോകുമെന്ന് മനസ്സിലാക്കണം. ബൈബിൾ പ്രകാരം പ്രസംഗിക്കത്തുള്ളൂ. നാട്ടിൽ ചെമ്പൂര സഹോദരങ്ങൾ കേൾക്കണം. നമ്മുടെ വിഷയം ഒരു കുഞ്ഞുങ്ങൾക്കും എതിരല്ല. ഇനി അടി പങ്കെടുക്കാൻ ഇന്ത്യക്കാർ പോകുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ കുറ്റം പറയരുത്. ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. 2 വാക്യം കൊണ്ട് ഇപ്പം നിർത്തും. എസെക്കിയേൽ 39:8-9 വാക്യങ്ങൾ. എസെക്കിയേൽ 39:8-9 വാക്യങ്ങൾ. ഇതുവരെ ഭയങ്കര അനർത്ഥ ദിവസം വരുന്നു. അനർത്ഥ ദിവസം വരുന്നു. കുഞ്ഞാടിൻ്റെ കോപ ദിവസം വരുന്നു. വായിക്കാൻ മക്കളെ. അടുത്ത വാക്യം വായിച്ചട്ടെ. ഇതാ അത് വരുന്നു. അത് സംഭവിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അതിന്റെ സ്റ്റാർട്ടിങ്ങാ മക്കളെ. റഷ്യ ഉക്രൈൻ യുദ്ധം എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റാർട്ടിങ്ങാ. ഈ കോവിഡിന്റെ ബാക്കിൽ തുടങ്ങിയത് വെറുതെ അല്ല. അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം. കുഞ്ഞാടിന്റെ കോപ ദിവസം. ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം. അന്ത്യദിനങ്ങൾ. ലോകം വിറയ്ക്കാൻ പോകുന്നു. അടുത്ത ഇസ്രായേലിന്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട്. ഈ യുദ്ധം കഴിയുമ്പോൾ വേസ്റ്റ് എല്ലാം എടുക്കണമല്ലോ. അപ്പൊ ഇസ്രായേലിന്റെ മണ്ണിൽ പുറപ്പെടുന്നവർ പുറപ്പെട്ട് പരിച, പലക, വില്ല് അതൊക്കെ ഇറാന്റെ ഒക്കെയാ. പരിചയം, പലകയും, തലക്കൂരി. അടുത്തത് അമ്പ്. അടുത്തത് കുറുവടി. ഈ കുറുവടി ആരുടെയാ? കരം ഉയരുന്നില്ലല്ലോ. ഈ കുറുവടി ആരുടെയാ? ചെമ്പൂരും വെള്ളറുടെ നമ്മുടെ സഹോദരന്മാരില്ലേ?
സകല RSSന്റെ വോളണ്ടിയേഴ്സും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന്. സന്തോഷമില്ലല്ലോ? കുറുവടി അമേരിക്കയിൽ ഇംഗ്ലീഷുകാരനാണോ സാറേ കുറുവടിയായിട്ട് നടക്കുന്നത്? അറബിയായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ BJP-ക്കാർ റൂട്ട് മാർച്ച് അത് നടക്കുന്നതിന് ആസ്പദമായി ഇവിടെ ഒരു സേന വന്നു. അഗ്നിവീർ കരമുയരുന്നില്ലല്ലോ. ഇന്ത്യ ഗവൺമെൻറ് 5 വർഷത്തേക്ക് മിലിറ്ററിയെ ട്രെയിൻ ചെയ്യുക. അഗ്നിവീർ കൊണ്ടുവന്നെങ്കിൽ പട്ടാളത്തിൽ ചേരണ്ട. ചൈനയും ഇസ്രയേലും റഷ്യയും ഇറാനും ചെയ്യുന്നത് പോലെ നരേന്ദ്രമോദി സാറും ശ്രീ അമിത്ഷായും ഇന്ന് സേനയിൽ ചേരാതെ അഗ്നിവീറും കരസേനയുടെ വ്യോമസേനയുടെ റാലി 5 വർഷം ഇവിടെ നടത്തുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് 10 ലക്ഷം പടയാളികളെ ഇവിടെ വാർത്തെടുക്കാൻ പോകുന്നെങ്കിൽ ഇന്ന് രാത്രി അകക്കണ്ണ് തുറക്കുന്നവൻ മനസ്സിലാക്കണം, എവിടെ ഒരു യുദ്ധത്തിന്റെ ശങ്കുലി മുഴങ്ങാറായി. എന്നാൽ ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. ചെമ്പൂരേ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറ്. നെഞ്ചു കയറി ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂടായി മാറ്റുക. എൻ്റെ യേശു വരാറായി. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. രാജ്യം രാജ്യത്തോട്, ജാതി ജാതിയോട് ഏറ്റുമുട്ടുന്ന ഒരു കാലം വരുമ്പോൾ ഒരു അന്തിമ ദിനത്തിലേക്ക് ഇസ്രായേലിന്റെ യുദ്ധം ആരംഭിക്കുവാൻ പോകുന്നു. എന്നാൽ ഇസ്രായേലിന്റെ മണ്ണിനകത്ത് അറബ് രാജ്യങ്ങളിലെ റഷ്യയുടെയും വിമാനങ്ങൾ ഇന്ത്യയുടേതടക്ക സൈനികരും പോയി ഒരു അന്തിമ യുദ്ധത്തിന്റെ കാഹള പ്രകമ്പനം കൊള്ളുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം മുഴങ്ങാറായി. പിണർവിളയെ കർത്താവ് തൻ ഗംഭീര നാദ്, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹള. ക്രിസ്തുവിൽ മരിച്ചവർ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവർ മരണം കാണാതെ എടുക്കപ്പെടാറായി. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ യേശുനാഥൻ വരാറായി. പ്രവചനങ്ങൾ നിവർത്തിയായി. ചെമ്പൂരേ, ഇന്ന് രാത്രി പിണർവിളേ, ഇന്ന് രാത്രി വട്ടപ്പറമ്പേ, നമ്മുടെ യേശു വരാറായി. നമ്മുടെ നാഥൻ വരാറായി. നമ്മുടെ നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ ഒഴുങ്ങിക്കഴിഞ്ഞു. രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. എൻ്റെ യേശു വരൂ. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരാറായി. ഇസ്രായേൽ ജനം മടങ്ങി വരാറായി. കുരുകിൽ തന്റെ കൂട്, മീവൽ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്ക്. എന്നാൽ എൻ്റെ ജനമോ അതറിയുന്നില്ല. ഇന്ന് രാത്രി യെരൂശലേമേ, നിന്നെ എന്നോട് ചേർക്കുവാ എനിക്ക് മനസ്സുണ്ടായിരുന്നു, എന്നാൽ നിനക്കോ. അന്തിമ ദിനത്തിന്റെ സത്യ സന്ദേശം കേട്ട് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് എൻ്റെ നാഥന്റെ കാഹളം മുഴങ്ങാറായി. ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ട്. അവസാനം ഒരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പാട്ടുപാടി ആരാധിക്കും, അവസാനിപ്പിക്കും. യുദ്ധത്തിൽ മരിച്ചാൽ മനുഷ്യൻ്റെ ശവം അടക്കും. അതെങ്കിലും കേട്ട് മാനസാന്തരപ്പെടും മക്കളെ. 7 മാസമായി ഇന്ന് റഷ്യ ഉക്രൈൻ യുദ്ധമാണ്. വഴിനീള ശവങ്ങൾ ചിതറിക്കിടക്കുക. ഇൻ്റർനെറ്റിനകത്ത് അജിയും കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ എൻ്റെ ഇതിനകത്ത് മൊത്തം പിള്ളേർ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. വഴിനീള കിടക്കുന്ന ജഡങ്ങൾ, കൂമ്പാരങ്ങൾ. ബൈബിളിനകത്തുണ്ടോ? അവസാനിപ്പിക്കാൻ പോവുക. എസെക്കിയേൽ പ്രവചനം 39, 14, 15. ഈ യുദ്ധത്തിൽ വന്നാൽ മനുഷ്യൻ്റെ ഡെഡ് ബോഡി കോവിഡിന് കത്തിച്ച് കളഞ്ഞു. കുറേ ദിനം കൊടുത്ത് 12 അടി താഴ്ത്തി കളഞ്ഞു. പക്ഷെ അതുപോലും കിട്ടത്തില്ല. മനുഷ്യൻ്റെ ഡെഡ് ബോഡി വഴിയരികെ കടങ്ങിനകത്ത് കൊണ്ടിടുന്ന ഒരു കാലം. വായിക്കാം മക്കളെ. എസെക്കിയേൽ 39, 14, 15. ലാസ്റ്റ് വേർഡ്സ്, the 3 days, the last moments, the final word. Prophecy Ezekiel chapter 39, 14 and 15. Read now. വായിച്ചാട്ടെ മോനെ, വായിച്ചാട്ടെ. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ. റഷ്യ ഉക്രൈൻ്റെ ഇന്ന് രാത്രി ഏഷ്യാനെറ്റ് എടുത്തു. റഷ്യ ഉക്രൈനെ അടക്കാൻ, ശേഷിച്ച ശവങ്ങളെ അടക്കാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവൃത്തിക്കാരെ നിയമിക്കും. കോവിഡ് കാലത്ത് കണ്ടില്ലേ, ആരെ ശവം അടക്കി? മെഡിക്കൽ കോളേജിൽ നിന്ന് ഡെയിലി വേജസിന് ചന്ദ്രനിൽ ചൊവ്വായും പോകുന്ന പോലെ കോട്ടിട്ട് ശവം അടക്കാൻ വന്നു. ഇതെല്ലാം അന്ത്യദിനം മക്കളെ, തീരാറാ. ഇതെല്ലാം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. അടുത്ത വാക്കുകൂടെ വായിച്ചാട്ടെ. 7 മാസം കഴിഞ്ഞ ശേഷം, കറക്റ്റാ, ഫെബ്രുവരി 24 യുദ്ധം തുടങ്ങിയ. ഇന്ന് രാത്രി നിങ്ങൾക്കെല്ലാം ടച്ച് മൊബൈലുണ്ട്. ഏഷ്യാനെറ്റ് ടൈപ്പ് ചെയ്തിട്ട് ലോകജാലകം അടിക്കണം. വഴിനീള കിടപ്പുണ്ടല്ലേ. ഫേസ്ബുക്കിൽ കയറിയിട്ട് എൻ്റെ ലൈവ് നോക്കിയാൽ അതിനകത്ത് കിടപ്പുണ്ട്. ചാക്ക് കണക്കിന് ജഡമാഞ്ഞനെ വലിച്ചിടുന്ന ഉക്രൈന്. 7 മാസം കഴിഞ്ഞിട്ട് അടുത്തത് അവർ പരിശോധന കഴിക്കും. വഴി ആംബുലൻസ് വരും, റെഡ് ക്രോസ് വരും. അപ്പോൾ ആര് കാണും? വഴിയരികെ വായിച്ചാട്ടെ. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ. 7 മാസം പൊട്ടിയ ശരീരം കിടക്കുന്ന മനുഷ്യാസ്തിയാ, ഡെഡ് ബോഡിയല്ല. പുഴുവരിച്ചൊരു മനുഷ്യാസ്തി. മാസ്ക് വെച്ചിട്ട് അതിൻ്റെ അരികെ, വായിച്ചാട്ടെ മോനെ, അതിനരികെ ഒരു അടയാളം വയ്ക്കും. വീട്ടുകാർ തൊടത്തില്ല, നാട്ടുകാർ തൊടത്തില്ല, പള്ളിക്കാർ തൊടത്തില്ല. അവസാനം ആ ബോഡി എവിടെ കൊണ്ടുപോകും? അളിഞ്ഞ ബോഡി. വായിക്കാം, മാനസാന്തരപ്പെട്ടു. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് ഇസ്രായേൽ മതി. പക്ഷേ ഇവിടുത്തെ മലയാളം നെയ്യാർ ഡാമിൽ 10 തേക്കൽ 2 ഭാഗമുണ്ട് വെള്ളം അടിക്കുന്നത്. ആർക്ക് റേഡിയസ് ഏക്കത്തില്ല,
അവിടെ കൊണ്ട് ബോഡി കുത്തിത്താക്കും. BBC ഒരിക്കൽ കണ്ട് ഞാൻ കരഞ്ഞുപോയി. ആരെ? തമിഴ്നാട്ടിലെ ശ്രീലങ്കയിലെ പുലിമക്കളുടെ നേതാവുണ്ടായിരുന്നു വേലിപ്പിള്ള. അദ്ദേഹത്തിൻ്റെ മകനെയും കൂടെ കൊന്നത് പട്ടിക്കോല വയല ക്ലസ്റ്റർ ബോംബ് എറിഞ്ഞാ കൊന്ന്. എന്നിട്ട് ഒരു ടാർപ്പ് എടുത്ത് അതിൻ്റെ മേളിൽ ഇട്ടു. മലയാള ചാനൽ കാണിച്ചില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ BBC കാണിച്ചു. എല്ലും കോല അവിടെ കിടപ്പുണ്ട്. ഒരു പൊക്ലൈനർ ഫോർക്ക് ലിഫ്റ്റ് അത് വന്ന് കുത്തി. ജാഫനയിലെ കടലിടുക്കിലെ തെരുവിൽ ആ വെള്ളത്തിനകത്ത് കൊണ്ട് കുത്തിത്താത്തു. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആയിരക്കണക്കിന് ആറ്റമായുധം പൊട്ടിയാൽ ചെമ്പൂര് സംഭവിക്കും. ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പയിടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, കിടത്തി അടക്കത്തില്ല, കുന്തിരിക്കമിടത്തില്ല, പരിപ്പോടെ കിട്ടത്തില്ല. വെറൈറ്റി കാട്ടാക്കട നാറായിപ്പയും കിട്ടിയാൽ ഏതെങ്കിലും റെഡ് ക്രോസിൻ്റെ ആംബുലൻസ് വന്ന് പൊക്കിയെടുത്ത് നെയ്യാർ ഡാമിൽ കൊണ്ടുപോയി പച്ച മനുഷ്യൻ്റെ അസ്ഥിക്കഷങ്ങൾ കുടിച്ചിടുന്ന ഒരു കാലം വരാൻ പോകുന്നു. റഷ്യ ഉക്രൈനിൽ അത് കണ്ടെങ്കിൽ താമസമിന ഇവിടെയും അത് വരാൻ പോകുന്നു. ആരിന്ന് രാത്രി പറയും ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. ഇന്ന് രാത്രി മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാത്ത ആരുണ്ട്? ഇന്ന് രാത്രി നിങ്ങളുടെ കരങ്ങൾ ഉയർത്തണ്ട. ആരെങ്കിലും കാണുമെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കുക. യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക രക്ഷിതാവ്, യേശു എൻ്റെ ഏക കർത്താവ്. ഇന്ന് രാത്രി അത് പറഞ്ഞാൽ നിന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ യേശു വരാറായി. വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടുണ്ട്, 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ, അവൻ്റെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. ഇന്ന് രാത്രി, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? രക്ഷിക്കപ്പെടാത്ത ആരുണ്ട്? ഇന്ന് രാത്രി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. മാനസാന്തരപ്പെടാത്ത ആരുണ്ട്? ഇന്ന് രാത്രി പകാപിണക്കം, കോപം, തൊന്തപക്ഷം, ജാരശങ്ക, മദ്യം, മയക്കുമരുന്നിനോട് ഗുഡ് ബൈ പറ. 3 ചെയ്ത തെറ്റിനെ ഓർത്ത് അനുദപിക്കാത്ത ആരുണ്ട്? അനുദപിച്ചെന്ന് രാത്രി പിതാവിൻ്റെ സന്നിധിയിലേക്ക് വാ. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചെയ്തത് തെറ്റായി. 4 അവൻ സ്നാനമേക്ക്, ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ല, ക്രിസ്തുവിനോട് ചേരുവാനുള്ള നല്ല മനസാക്ഷിക്ക്. 5 സത്യത്തിലും ആത്മാവിലും ആരാധിക്ക്. 6 തിരുമേശയിൽ പങ്കാളിയാകുക. 7 പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ആ കുഞ്ഞിനെ നോക്കി സ്വർഗം ഇന്ന് രാത്രി കവാടം തുറന്നു പറയും, എൻ്റെ പ്രാവേ, എൻ്റെ കാന്തേ. കുഞ്ഞാടിൻ്റെ കല്യാണവും വന്നു, തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. ഈ സത്യവചനം കേട്ട് വല്ലപ്പോഴും ഒഴുക്കിക്കളയാനല്ല, ഈ സത്യവചനം കേട്ട് ഇന്ന് രാത്രി പറ, ഞാൻ ഏത് കൂട്ടത്തിലാണ്? കൈവിടപ്പെട്ടു പോകരുത് മക്കളെ. വരാനിരിക്കുന്ന ന്യായവിധിക്കകത്തൊഴിഞ്ഞ് ബുദ്ധി ഉപദേശം കേട്ട് വചനപ്രകാരം ദൈവകൽപ്പന ഏറ്റെടുത്ത് ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യുവാൻ ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് വാർത്തെടുക്കട്ടെ. അവസാന മൊമെൻറ്റിലേക്ക് ഞാൻ വരികയാണ്. യോസഫ് ഇസ്രയേലിൽ ഉപപ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അപ്പനാകുന്ന യാക്കോബിന് വീട്ടിലേക്ക് രഥങ്ങളെ അയച്ചു. ഇസ്രയേലിൻ്റെ ചെമ്മണ്ണ് നിറഞ്ഞ പാതയിൽ മോൻ്റെ നേതൃത്വത്തിൽ രഥങ്ങൾ വന്നു. അതുപോലെ ഇന്ന് രാത്രി പറയണം, ഇവിടുന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. 1000 രഥങ്ങളുമായി, കോടി ദൂതന്മാരുമായി എൻ്റെ നാഥൻ വരാറായി ഒരു നിഴൽ. ഇന്ന് രാത്രി ഞാൻ അവസാനിപ്പിക്കാൻ പോവുക. 2-ാം ലോക മഹായുദ്ധം, 5.5 കോടി പേർ മരിച്ചു. എല്ലാ വീട്ടിലെ ശവപ്പെട്ടി വന്നു. ഒരു കുഞ്ഞ്, സ്തോത്രം, ഒരു പത്രത്തിൽ പരസ്യം വന്നു, ഒരു നല്ല പടമുണ്ടെങ്കിൽ 10,000 പൗണ്ട് തരാം ബ്രിട്ടനിൽ. പലരും പടം അയച്ചു. ഒറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിക്കുക. എന്താ ചെയ്തത്? അതിനകത്ത് പള്ളിയിൽ പോകുന്നത്, സ്കൂളിലെ പടം, ചെടിയുടെ പടം, ഇതൊന്നുമല്ല. ഒരു ചെറുപ്പക്കാരൻ ഒരു പടം അയച്ചു. ഒരു കുഞ്ഞ്, ഒരു വലിയ സമുദ്രം, സമുദ്രത്തിൻ്റെ നടുവിൽ ഒരു പാറ, പാറയുടെ മേൽ കാക്ക. അവൻ എഴുതിയത് എന്താണെന്നറിയാമോ? ഇത് അറ്റ്ലാന്റിക് സമുദ്രം, പാറ ക്രിസ്തു, കാക്ക വിശ്വാസി. ലോകമാകുന്ന ഗംഭീര വാരിധിയിൽ ഒരു പാറമേൽ ഒരു കുഞ്ഞ് കാക്കയിരിക്കുന്നു. 2ാമത് ഈ സമുദ്രം ഇളകി മറിയുക. കാക്കയ്ക്ക് യാതൊരു ചലനവുമില്ല. അപ്പോൾ ഒരു ഡോട്ട് കൊടുത്തിരിക്കുന്നു, ഒരു കൊച്ചുമീൻ ഈ തിരക്കകത്ത് കാക്കയുടെ വായിലോട്ട്. ഈ ചെറുപ്പക്കാരൻ എഴുതിയിരിക്കുക, ഈ ലോകമാകുന്ന ഗംഭീരവാരിധിയിൽ എന്തൊക്കെ ഇളക്കങ്ങൾ സംഭവിച്ചാലും ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന കാക്കയുടെ വിശ്വാസിക്ക് ഒരു കൊച്ചു മീനിനെ തരുവാ. അവൻ ആരാധിക്കുന്ന ദൈവശക്തി. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, വയലച്ചടിക്ക് പ്രകാശം കൊടുക്കുന്ന നല്ല ദൈവം. അവന് സമ്മാനം കിട്ടി. കോവിഡ് വരട്ടെ, മങ്കി പോക്സ് വരട്ടെ, ഏതൊക്കെ പകർച്ചവ്യാധി വരട്ടെ, ഇതേത് വന്നാലും നമുക്കൊരു പ്രത്യാശയുണ്ട്. ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന വിശ്വാസിക്ക് ഒരു മീനിനെ തരുവാൻ എൻ്റെ ദൈവശക്തൻ. ഇന്ന് രാത്രി സത്യവചനം കേട്ടിട്ട്
മരണം നിശ്ചയം. രണ്ട് കാര്യം ഇന്ന് രാത്രി എനിക്കും അറിയത്തില്ല. ഒന്ന്, കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത. രണ്ട്, മനുഷ്യൻ്റെ മരണം. ഇതാർക്കും പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇത് രണ്ടും ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സമയത്തിലും അസമയത്തിലും നീ ഒരുങ്ങിയിരിക്കുക. 10 കന്യകമാരെ ഓർക്കുക. 5 പേർ മണവാളന് വേണ്ടി എണ്ണയുമായി കാത്തിരുന്നു. 5 പേർ എണ്ണ ശേഖരിക്കാൻ പോയി. ഇന്ന് രാത്രി 2 കാര്യം സഹോദരന്മാരെ ആർക്കും പറയാൻ പറ്റത്തില്ല. മണവാളൻ വരും, അന്നേരം മണവാട്ടി ഉണർവുള്ളതായിരിക്കണം. സഭ ഉറക്കത്തിലാണോ? അല്ല, നാഥൻ വരാറായി. ഈ 3 ദിവസം സത്യവചനങ്ങൾ നിങ്ങൾ കേട്ടിട്ട് ഇനി വചനം കേട്ടില്ലെന്ന് പറയരുത്. സമയം 9:30 കർത്താവിൻ്റെ ദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തുകയല്ല. എത്ര പ്രാർത്ഥിച്ചിട്ടാ സാറേ ഒരു യോഗത്തിന് കയറുന്ന 2 മണിക്കൂർ? എൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല. ഞാൻ 1 മണിക്കൂർ പ്രസംഗിച്ചാലും ഇവരാരും എന്നോടൊന്നും പറയത്തില്ല. പക്ഷേ ഇത്രയും പേരെയും ഇത്രയും ഒരു അന്തരീക്ഷവും ദൈവം തന്നു. ഇനി 2 വർഷം നമുക്ക് കോവിഡായിരുന്നു. ഈ സത്യവചനം കേട്ടിട്ടെങ്കിലും കാൽവറിയിലേക്കൊന്ന് വാ. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരു കുഞ്ഞാട് പരകമയാഗമായി. ഓർമ്മയില്ലേ? 156 മുള്ളുള്ളൊരു കിരീടം. അവൻ്റെ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടു. കരങ്ങളിൽ കാരിരുമ്പാണി, പെരിട്ടോണിയസിന്റെ ചാട്ടവാർ എൻ്റെ യേശുവിൻ്റെ ശരീരത്തിൽ പതിഞ്ഞു. ഒടുവിച്ചാൽ പോലെ ഈയക്കട്ട പോലെ അവൻ്റെ ശരീരം വിണ്ടുകേറി, രക്തമൊഴുകി, മാംസം തെറിച്ചു. ആരും വിരൂപമാക്കപ്പെട്ട ശരീരം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു. എൻ്റെ അസ്ഥികളെല്ലാം തൂകിപ്പോയി. സകലത് നിവർത്തിയായി. ഒരു പടയാളി ഒരു കുന്തമെടുത്ത് എൻ്റെ നാഥൻ്റെ ചങ്കിനകത്ത് കുത്തി. 6 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകി പിതാവിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചു. നിവർത്തിയായി, നിവർത്തിയായി. ഇതുപോലൊരു യാഗം ലോകം കണ്ടിട്ടുണ്ടോ? ഇതുപോലൊരു യാഗം ഉലകം കണ്ടിട്ടുണ്ടോ? കാൽവറി മലയിലേക്കൊന്ന് നോക്കാം. ഇന്ന് രാത്രി ആ മല ഉയർന്നു നിൽക്കുക. മകനെ, മകളെ, സഹോദര, സഹോദരി, നമ്മുടെ പാപത്തിൻ്റെ ഭാരത്തിന് വേണ്ടി ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി പരമയാഗമായി. ഒരിക്കൽ അവൻ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഭൂമിയിൽ വന്നു. ഇനി തനിക്കായി കാത്തു നിൽക്കുന്ന, പാപം കൂടാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ രാജാക്കന്മാരുടെ രാജാവായി യേശു വരാറായി. യെരൂശലേമിന്റെ തെരുവീതിയിൽ പച്ച പൈൻ മരത്തിന്റെ ക്രൂശുമായി നടന്നു പോയവൻ ഇനി വരുന്നത് രാജാക്കന്മാരുടെ രാജാവായി. ഒരു രാജാവ് നീതിയോടെ വാഴും. അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്ക്. നമ്മുടെ യേശു വരാറായി. യെരൂശലേമിന്റെ തെരുവീതിയിലൂടെ ക്രൂശുമരം ചുമന്നു പോയ എൻ പ്രിയ രക്ഷകൻ വരാറായി. എഴുന്നേൽക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ആരും പോകരുത്. ഈ പാട്ടുപാടി ഒരു സോളോ പാടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളെ യോഗമില്ല. എല്ലാ കരങ്ങളും അടിച്ചെന്ന് രാത്രി എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. പഴയ കാലത്ത് വെള്ളറുടെയിലും കാട്ടാക്കടയിലും അപ്പച്ചമാർ പാടി ആരാധിച്ച കാലം പ്രത്യാശയോടെ നീതി സൂര്യൻ വരാറായി. പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ മേഘത്തിൽ വരും താൻ, താമസമെന്നിയെ മേഘത്തിൽ വരും താൻ, കാന്തയമെന്നെയും ചേർത്തിടും ജയമയൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ.